ഹലോ ഫ്രണ്ട്സ്, മൈൽസ് ടു ഗോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. താരാതരണി ശക്തിപീഠം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ബ്രഹ്മപൂരിൽ നിന്ന് ഇപ്പോൾ ഒറീസയുടെ തലസ്ഥാന നഗരമായ ഭുവനേശ്വറിൽ എത്തിയിരിക്കുകയാണ്. നഗരത്തിന്റെ സമീപത്തുള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 5 പേർക്ക് വേണ്ടി 2 റൂം എടുത്തു. പുതിയൊരു ഹോട്ടലാണിത്. പ്രവർത്തനം ആരംഭിച്ചിട്ട് അധികം മാസങ്ങളായിട്ടില്ല. നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടൽ. രാത്രി അങ്ങനെ ഞങ്ങൾ 5 പേരും ചേർന്ന് ഒരു കമ്പനിയൊക്കെ കൂടി അങ്ങനെ ആ ഹോട്ടലിൽ സമയം ചിലവഴിച്ചു. അടുത്ത ദിവസം ഞങ്ങൾ ഇന്ന് ഭുവനേശ്വറിനടുത്തുള്ള ഒരു പ്രാചീനമായ ഗുഹാസമുച്ചയം കാണുവാൻ ഇറങ്ങുകയാണ്. ഉദയഗിരി, ഖണ്ഡഗിരി എന്നാണ് ഈ ഗുഹാസമുച്ചയങ്ങളുടെ പേര്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ ബ്രഹ്മപൂരിൽ നിന്ന് ഭുവനേശ്വറിലെത്തിയത്. അതുകൊണ്ട് ഭുവനേശ്വർ നഗരത്തിന്റെ കാഴ്ചകളൊന്നും അധികം കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ രാവിലെ ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഭുവനേശ്വർ നഗരം നല്ലൊരു വികസിതമായ നഗരം തന്നെയാണ്. ഈ ട്രിപ്പിലെ എന്റെയും സൺലേഡിന്റെയും അവസാന ദിവസം കൂടിയാണെന്ന്. ഞങ്ങൾ 2 പേരും ഇന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. രാജീവേട്ടനും റജിയേട്ടനും അടുത്ത ദിവസമാണ് ദുബായിലേക്ക് തിരിക്കുന്നത്. ഡ്രൈവറേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ചപ്പൻബോഗ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഡ്രൈവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതൊരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ബേക്കറി കൂടിയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറി. ഒറീസയിലെ മിക്ക സ്ഥലങ്ങളിലും ചപ്പൻബോഗ് എന്ന ഈ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടുത്തുകാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. ഭുവനേശ്വറിൽ നിന്നും 8 കിലോമീറ്റർ മാത്രമാണ് ഈ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉദയഗിരി കുന്നിൻ്റെയും അതിനു മുകളിലുള്ള ജൈന ക്ഷേത്രത്തിൻ്റെയും ഭാഗങ്ങൾ ദൃശ്യമാകുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾക്ക് ഈ ഗുഹാസമുച്ചയം സന്ദർശിക്കുക. ആ വഴിയോരങ്ങളെല്ലാം നല്ല വൃത്തിയോടെ പരിപാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പടവുകൾ കയറി. ചെങ്കല്ലുകൾ നിറഞ്ഞ ഇരട്ട കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന 2 ഗുഹാസമുച്ചയങ്ങളാണ് ഉദയഗിരിയും ഖണ്ഡഗിരിയും. BC 1-ാം നൂറ്റാണ്ടിൽ കലിംഗ സാമ്രാജ്യത്തിലെ ഗരവേല രാജാവിന്റെ കാലത്താണ് ഈ ഗുഹകൾ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഉദയഗിരിയിൽ 18 ഗുഹകളും ഖണ്ഡഗിരിയിൽ 15 ഗുഹകളുമാണ് ഉള്ളത്. ഇത് കട്ടക് ഗുഹകൾ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു കാലത്ത് പ്രശസ്തമായ ഒരു ജൈന സന്യാസി മഠം ഇവിടെ ഉണ്ടായിരുന്നു. റാണി ഗുംഫ അഥവാ റാണിയുടെ ഗുഹ എന്ന 2 നിലകളുള്ള ഒരു ഗുഹയും ഇവിടെയുണ്ട്. അവിടേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ഉദയഗിരി കുന്നുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹയാണ് ഗുഹ 1 അഥവാ റാണി ഗുംഫ എന്നറിയപ്പെടുന്ന ഗുഹ. 2 നിലകളുള്ള ഒരു ഘടനയാണ് ഈ ഗുഹയ്ക്കുള്ളത്. താഴെ ഭാഗത്തുള്ള ഓരോ കവാടത്തിലിരുന്നു കൊണ്ട് സഞ്ചാരികൾ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇതിന്റെ ചുവരുകളിൽ പല രൂപത്തിലുള്ള കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്.
സംഗീതോപകരണങ്ങൾ വായിക്കുന്ന സ്ത്രീകൾ, കൂടാതെ മറ്റു പലതും ചുവരുകളിലെ ശ്രദ്ധേയമായ ചിത്രീകരണമാണ്. താഴത്തെ നിലയിൽ വലതുവശത്ത് തൂണുകളുള്ള ഗാലറികളുള്ള 3 പ്രവേശന കവാടങ്ങളുണ്ട്. അതിന്റെ പ്രവേശന ഭിത്തിയിൽ രാജകീയ രംഗങ്ങൾ, മൃഗങ്ങൾ, തോരണങ്ങൾ, കൊത്തുപണികൾ ഇവയെല്ലാം കാണാം. ഈ ഗുഹയിലെ മിക്ക സെല്ലുകളിലും ദ്വാരപാലകരുടെ ചിത്രങ്ങളുണ്ട്. തോരണങ്ങളിൽ താമര, പാമ്പുകൾ തുടങ്ങിയ ജൈന മതചിഹ്നങ്ങളെ ചിത്രീകരിക്കുന്നു. സഞ്ചാരികൾ ഈ ഇരട്ട ഗുഹകളിൽ പര്യവേഷണം ചെയ്യാറുണ്ട്. പുരാതന ഭൂതകാലത്ത് ചിത്രീകരിക്കുന്ന മഹത്തായ കരകൗശലവും ലിഖിതങ്ങളുമുള്ള ഈ സ്ഥലം ചരിത്രപ്രേമികൾക്ക് ഒരു നിധി തന്നെയാണെന്ന് ഈ കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദയഗിരി ഖണ്ഡഗിരി ഗുഹകൾ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും പര്യവേഷണം ചെയ്യാൻ മതിയായ സമയം കയ്യിൽ കരുതണം. അല്ലാതെ ഞങ്ങളെപ്പോലെ ഈ പെട്ടെന്ന് ഓടിച്ചെന്ന് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ഗുഹയിലെ ഓരോ ചിത്രപ്പണികൾക്കും ധാരാളം കഥകൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് പ്രശസ്തമായ റാണി ഗുഹയും ഹാത്തി ഗുഹയും. ഈ ഗുഹകളിൽ സാക്ഷ്യം വഹിക്കേണ്ട മറ്റൊരു രസകരമായ വശം, ജൈന സന്യാസിമാർ ഇവയിൽ വിശ്രമിക്കുക മാത്രമല്ല, അവർ തമ്മിൽ ആശയവിനിമയം ചെയ്യുന്നതും ഇതിലൂടെയുള്ള ഘടനയിലൂടെയാണ്. സന്യാസിമാർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടി സൃഷ്ടിച്ച ഗുഹകളിലെ ദ്വാരങ്ങളും പര്യവേഷണം അറിയിക്കുന്നു. ഉദയഗിരി കുന്നിന് മുകളിലുള്ള ജൈനക്ഷേത്രത്തിന്റെ ഒരു മനോഹരമായ ദൃശ്യം ഖണ്ഡഗിരി കുന്നിന് മുകളിൽ നിന്നാൽ നമുക്ക് കാണുവാൻ കഴിയും. നഗരത്തോട് ചേർന്ന് ഇങ്ങനെയൊരു വനപ്രദേശവും അതിനോട് സമീപമായി 2 ഇരട്ട കുന്നുകളും ആ കുന്നിന് മുകളിൽ പ്രാചീനമായ ഗുഹാസമുച്ചയങ്ങളും ജൈനക്ഷേത്രവും, ഇതെല്ലാം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കർണാടകത്തിൽ ഞങ്ങൾ പോയപ്പോൾ ബദാമി കേവ്സ്, പട്ടടയ്ക്കൽ, അതിനോട് സാദൃശ്യമുള്ളതാണ് ഈ ഗുഹാസമുച്ചയങ്ങൾ. ഭാരതത്തിന്റെ പൈതൃകം അതൊന്ന് വേറെ തന്നെയാണ്. എത്രയെത്ര പ്രാചീനമായ കാഴ്ചകളാണ് നമുക്ക് ഓരോ സംസ്ഥാനവും തരുന്നത്. അങ്ങനെ അത് കണ്ടു നടക്കുമ്പോൾ ഞങ്ങൾ വേറൊരു ഗുഹാസമുച്ചയം കണ്ടു. ഒരു സിംഹത്തിന്റെ വായ പോലെയാണ് ആ സമുച്ചയം നിലകൊള്ളുന്നത്. അതിനോട് ചേർന്നുള്ള ചില ഗുഹകളിൽ നമുക്ക് കയറിയിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളും അതിനകത്ത് കയറി അല്പനേരം ധ്യാനത്തിൽ ഞങ്ങളിരുന്നു. ഉദയഗിരി ഗുഹകളിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പതുക്കെ താഴേക്കിറങ്ങി. ഇരട്ട ഗുഹാസമുച്ചയങ്ങളിൽ ഒന്നായ ഖണ്ഡഗിരി കുന്നിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ഉദയഗിരി ഗുഹയേക്കാൾ വളരെ വൈകിയാണ് ഖണ്ഡഗിരി ഗുഹകളിൽ ഖനനം നടന്നത്. AD 11-ാം നൂറ്റാണ്ടിൽ സോമ രാജവംശത്തിലെ ഉദ്യോത കേശരിയുടെ ഭരണകാലത്താണ് ഈ ഗുഹകൾ വിപുലമായി നവീകരിച്ചത്. ഖണ്ഡഗിരി എന്നാൽ തകർന്ന കുന്ന് എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ പേര് തികച്ചും ഈ കുന്നിന് അനുയോജ്യമാണെന്ന് നാം പോകുന്ന വഴി മനസ്സിലാകും. പൊട്ടിപ്പൊളിഞ്ഞ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു വഴിയാണ്. ഉദയഗിരിയെ പോലെ അത്രയ്ക്ക് നന്നായി ഖണ്ഡഗിരി കുന്നുകൾ പരിപാലിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, ചപ്പുചവറുകളും പ്ലാസ്റ്റിക്കുകളുമെല്ലാം ഇവിടെ
അലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട്. ഖണ്ഡഗിരി കുന്നിന് ഏറ്റവും മുകളിലായി ഒരു പുരാതനമായ ഒരു ജൈനക്ഷേത്രമുണ്ട്. ആ ജൈനക്ഷേത്രം കാണുവാനായാണ് സഞ്ചാരികൾ പ്രധാനമായും ഖണ്ഡഗിരി കുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ ഉദയഗിരിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടതുകൊണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ ഖണ്ഡഗിരി കുന്നുകൾ വീണ്ടും കാണാനുള്ള ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ടായില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ആ ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം പകർത്തി ഞങ്ങൾ പതുക്കെ ഖണ്ഡഗിരി കുന്നിൽ നിന്ന് താഴേക്കിറങ്ങി. ഏറെ മനോഹരവും വിജ്ഞാനപ്രദവുമാണ് ഉദയഗിരി ഖണ്ഡഗിരി കേവ്സിലെ കാഴ്ചകൾ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഗുഹാസമുച്ചയങ്ങൾ. അങ്ങനെ ആ ഗുഹാക്ഷേത്രങ്ങളിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നിരവധി വഴിയോര കച്ചവടക്കാർ ഇവിടെയുണ്ട്. കരിക്ക് വിൽക്കുന്നവർ, ചായ ഉണ്ടാക്കി വിൽക്കുന്നവർ, നിരവധി സോവനിയേഴ്സ് വിൽക്കുന്നവർ, അങ്ങനെ നിരവധി കടകൾ. അങ്ങനെ അവിടെ നടന്നപ്പോൾ ഒരു കരിക്ക് കുടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിനപ്പുറം ഒരു ചേച്ചി ചായ ഉണ്ടാക്കുന്നുണ്ട്. വെറുതെ ചായയല്ല, മട്ക ചായ. അതായത് ചെറിയ കളിമണ്ണ് കൊണ്ടുള്ള ഗ്ലാസ്സിലാണ് നമുക്കത് തരുന്നത്. പ്രത്യേക രീതിയിൽ മസാലക്കൂട്ടെല്ലാം കൂട്ടി ആ കളിമൺ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിത് ഉത്തർപ്രദേശിൽ വാരണാസി ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള മട്ക ചായ്, അതിന് പറയുന്നത് അങ്ങനെയാണ്, മട്ക ചായ് നമുക്ക് ലഭ്യമാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയുണ്ട്. അവിടുത്തെ ദഹിവട ഭയങ്കര ഫേമസ് ആണ് എന്ന് നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞു. എങ്കിൽ പിന്നെ അതൊന്ന് കഴിച്ചു കളയാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ആ ദഹിവട ഉണ്ടാക്കുന്ന രീതി ഞങ്ങളിങ്ങനെ കണ്ടിട്ടോ. അയ്യോ, സഹിക്കാൻ പറ്റില്ല. അത് കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി. എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ പല പല ചേരുവകളായിട്ട് നമ്മുടെ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ പയ്യൻ അവിടെ നിന്ന് എടുക്കുന്നു, ഇവിടെ നിന്ന് എടുക്കുന്നു. എന്നിട്ട് 2 ഗോതമ്പ് കൊണ്ടുള്ള എന്തോ ഒരു മാവാണത്. ആ മാവിലേക്ക് അത് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ പരിസരം കണ്ടാലും ആ പാത്രങ്ങളൊക്കെ കണ്ടാലും ഇതാണോ ഇത്ര ഇവരുടെ ഫേമസ് എന്ന് നമ്മൾ ശരിക്കും അതിശയപ്പെട്ടു പോകും. ആ രീതിയിലാണ് അത് അവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ എയർപോർട്ടിലേക്ക് വരുന്ന മിക്ക ആളുകളും ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഞങ്ങളിങ്ങനെ ആ കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിശപ്പ് അധികം ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഈ അത്യാവശ്യം നല്ല ഹൈജീനിക് ആയതുകൊണ്ടും ഞങ്ങളത് കഴിക്കണ്ടെന്ന് വെച്ചു. എന്നാലും ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. ഒറീസ നഗരത്തിന്റെ വികസന കാഴ്ചകൾ നമുക്ക് എവിടെ നോക്കിയാലും ദൃശ്യമാകുന്നുണ്ട്. ഈ റോഡുകളൊക്കെ തന്നെ ഒന്ന് നോക്കൂ. 6 വരി പാതകളാണ് എയർപോർട്ടിലേക്കുള്ളത്. അവരുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ചിത്രങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ ഭുവനേശ്വർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എയർപോർട്ട് ബസ്സിൽ കയറി കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിന് സമീപമെത്തി. കൽക്കട്ടയിൽ കണക്ഷൻ ഉണ്ട്. ഇൻഡിഗോയുടെ എയർബസ് 320 വിമാനമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ വിമാന കമ്പനികളിൽ ഏറ്റവും അധികം സർവീസുകളുള്ള കമ്പനിയാണ് ഇൻഡിഗോ. ഏകദേശം 60% അവരുടെ മാർക്കറ്റ് ഷെയർ. ഫ്ലാഗ്ഷിപ്പ് എയർലൈനായ എയർ ഇന്ത്യ പോലും 30% മാത്രമാണ് ഉള്ളത്. ഏകദേശം 1 വർഷം മുമ്പ് ദുബായ് ചേട്ടന്മാരുമൊത്ത് പ്ലാൻ ചെയ്ത പുരി ജഗന്നാഥ ദർശന ഒറീസ യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്.
ഒറീസയുടെ ഓർമ്മകൾ മനസ്സിലും ക്യാമറയിലുമാക്കി ഞാനിരിക്കുമ്പോൾ വിമാനം വിഹായസിലേക്ക് പറന്നുയർന്നു. അടുത്ത യാത്രാ വിശേഷങ്ങളുമായി ഇനിയും കാണാം. ഗുഡ് ബൈ.